Guys, welcome back to the Epic Gaming World. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഗൈസ് വെതറിനെ കൊല്ലാൻ പോകണം. അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ട് വെതർ സ്കള്ളുണ്ട് ഗൈസ്. ഇത് 70 ഉണ്ടായിരുന്നു വെതർ സ്കള്ള്, പക്ഷെ അവന് വരാൻ പറ്റില്ല ഗൈസ്, നെറ്റ് ഇഷ്യൂ കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 12 സ്കള്ള് വെച്ച് നമുക്ക് അവനെ കൊല്ലണം. 12 സ്കള്ള് വെച്ച് ഗൈസ്, 12 സ്കള്ള് വെച്ച് അപ്പോൾ എത്ര ആൾക്കാരെ കൊല്ലാൻ പറ്റും ഗൈസ്? അഞ്ച് ബീക്കം കിട്ടും ഗൈസ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഒരു 4 വെതറിനെയും ഗൈസ് നമുക്ക് കൊല്ലാം. ഗൈസ് അപ്പോൾ നമ്മൾ വെതറിനെ ഒന്ന് കൊല്ലാൻ പോകുന്നത് കൈ കൊണ്ടൊന്നുമല്ല ഗൈസ്. നമ്മളിന്ന് വെതറിനെ കൊല്ലാൻ പോകുന്നത് വേറൊരു വഴിയിലാണ് ഗൈസ്. ഇത് കുറച്ച് ഫ്ലിൻ്റ് എടുത്തിട്ട് പോകാം ഗൈസിനെ അതിറക്കി. സോറി ഗൈസ്, നെതർക്കല്ല ആദ്യം പോകണം. ആദ്യം നമുക്കൊരു കോർഡിനേറ്റിക്ക് പോകണം ഗൈസ്. ഗൈസ് ഒരു ബോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഫ്രോസ്റ്റ് വാക്കർ ഉണ്ട് കൊടുക്കുക. തിങ്ക് ബോട്ടാണ് ഏറ്റവും നല്ലത്. ഒരു വി ഗെറ്റ് ബോട്ട്. നമ്മൾ കുറച്ച് ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ മതി തോന്നുന്നു. ഞാൻ വുഡ് എടുത്തില്ല. വുഡ് 13 വുഡ് വെച്ച് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയാൽ മാത്രം മതി ഗൈസ്. നമ്മൾ 5-6 TNT എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓക്കെ ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ റെൻഡറും കൂട്ടിയിട്ടുണ്ട്, എല്ലാം കാണാം ഗൈസ്. ഗൈസ് നമ്മുടെ വെതറിനെ കൊന്ന സ്ഥലം. പിന്നെ ഗൈസ് നമ്മളിത് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയുമോ ഗൈസ്? ഒരു കോർഡിനേറ്റ് ഇട്ട് അങ്ങോട്ടാണ് ഗൈസ് നമ്മൾ പോണേ. ഗൈസ് എത്താൻ കുറച്ച് ടൈം എടുക്കും ഇതോടെ എത്തേണ്ടതാണല്ലോ ഗൈസ്. ഗൈസ് നമുക്ക് ഇത് വെക്കാൻ ബോട്ട് നമ്മുടെ ഗൈസ് നമ്മൾ ബോട്ട് വെച്ചിട്ടുണ്ട്. ബോട്ട് വെച്ചിട്ട് നമ്മൾ ഗൈസിൻ്റെ ബോട്ട് ഓടിക്കാറിനോട് എനിക്കൊന്നും ഓടിക്കാൻ അറിയില്ല ഗൈസ്. പിന്നെ എന്താ നോക്കണമെന്ന് പറഞ്ഞാൽ ഗൈസ് ഒരു കോർഡിനേറ്റ് വേണം. ഒരു കോർഡിനേറ്റിനെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ ഗൈസ്. സാധനം നമ്മൾ വെതർ കില്ലിങ് ഫാം അല്ലെങ്കിൽ വെതർ ഫാം എന്തും പറയാം ഗൈസ്. ഇത്ര മതി. പണിക്കും പൊക്കി വിട്ര പട്ടികളെ ചവട. ഗൈസ് നമുക്ക് മുളിക്കാം.
നമ്മളിതിൻ്റെ അടിയിലേക്ക് ഇറങ്ങുന്നു. പിന്നെ നമ്മൾ ഇത് പൊട്ടിക്കുക. ഇനി വയസ്സ് നമുക്ക് ആ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. വെയിറ്റ് ചെയ്ത് ഞാൻ കോർഡിനേറ്റ് കണ്ടുപിടിച്ചത്. നമ്മുടെ ആ കോർഡിനേറ്റിൽ എത്തിക്കാണ്. നമുക്ക് നേരെ പോയിട്ട് ലാവിയിൽ തോട്ടം ഉണ്ട് പോണേ. അതിന് കളിക്കാറിയോ തോട്ടം പൊട്ടിയ കണ്ട ഗൈസ് ഏതാണ് ഈ ചെറുതായി പാത്താറോ എന്ത് കഷ്ടമാണ് ഗൈസ്. ടോർച്ച് വെക്കാം. നമുക്ക് -50 സംതിങ് വരെ പോകണം. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. നമ്മൾ ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ നമ്മുടെ സാധനം. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് മാറ്റണം. അങ്ങോട്ടല്ലേ നേരെ എൻ്റെ അയ്യോ നീ ഇതെടുത്താ. ഓ ഗൈസ് ഇവൻ ലൊക്കേറ്റർ മാപ്പ് എടുക്കാൻ മറന്നു മണ്ടൻ കുണാപ്പി. കുഴപ്പമില്ല ഇവിടെ നല്ലൊരു. അപ്പം എൻ്റെ ഓപ്പോസിറ്റ് ആ സൈഡിലേക്ക് പോയിക്കണ്ടേ. അതെ ഇതവിടെ. ഗൈസ് ഇതാണ്. എന്താണ് ഗൈസ് ഇങ്ങനെ ഗൈസ് നമുക്ക് നോക്കാം എന്താണ്. ഗൈസ് അങ്ങട് അതല്ല ഈ സൈഡ് അങ്ങോട്ട് അതേന്ന് ഞാനും പറയുന്നത്. ഗൈസ് ഇത് തന്നെ ഇതാണ് ഗൈസ് നമുക്ക് ആവശ്യം. ചെറുതായിട്ട് കുറച്ചങ്ങോട്ട് കുഴിച്ചിടും. ലൈറ്റൊക്കെ വെക്കടേ കണ്ണ് കാണില്ലേ വീട്. നമുക്കൊരു TNT ഇട്ട് TNT പണ്ടേ പോയി. ഓക്കെ ഇതാണ് നമ്മുടെ വെതർ കില്ലർ. ഒക്കെ പഠിച്ചു. അവിടെ വലിയൊരു ഇതാവശ്യമുണ്ട്. നമ്മൾ മാറ്റിക്കുകയാണ് ഇതെല്ലാം. അമ്മേ എനിക്ക് ഇതിരിപ്പത് കിട്ടി. ഗൈസ് നമുക്ക് ഇങ്ങോട്ട് കുറച്ച് പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് ചോദിച്ച് പൊട്ടിക്കാം ഗൈസ്. പൊട്ടയ്ക്കോ ഓക്കെ പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഞാനിത് ഇവിടെ സ്ക്വയർ പോലെ റൂം ആക്കട്ടെ ഗൈസ്. നമുക്കൊരു ഡയമണ്ട് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഒന്നും കിട്ടി ഗൈസ്. പക്ഷെ എൻ്റെ കാര്യം പറഞ്ഞ ഗൈസ് ലാഭം ഉണ്ടാവില്ല. ലക്ക് കാണണം ഗൈസ് നിങ്ങൾ. നമുക്കിപ്പോൾ വെക്കാം. നമ്മുടെ പോഡിൽ സെറ്റായി. നമ്മളിതിൽ കയറുന്നില്ല. നൈറ്റ് ആണോ നോക്കട്ടെ ഗൈസ്. നൈറ്റാണ് ഗൈസ്. കിടക്കാം ഗൈസ്. നമുക്ക് മുകളിൽ കയറാം. പറന്ന് പോടാ അങ്ങോട്ട്. അതുപോട്ടെ ഇവിടുത്തെ കോർഡിനേറ്റ് ചെയ്തെടുത്ത ഇനി കോർഡിനേറ്റ് ഒക്കെ അറിയാം. എന്ത് ഏതാ പറഞ്ഞേ. ഇപ്പൊ കൂടെ കളിച്ചെന്നെ ഗൈസ് മൊണ്ണൻ. 21 നിക്കലേ ഒന്ന് പിടിക്കാതെ -21 ഗൈസ്. ഇവിടെ വെതർ ട്രാപ്പ് ആയില്ലെങ്കിൽ നോക്കാം മോഞ്ചി ഗൈസ്. പറയടേ 21 -56 59. അതൊന്നും ആവശ്യമില്ലേ. 11 നോർമൽ 11 8ൻ്റെ ടേബിളിൽ പോവും ഗൈസ്. പറന്ന് പോടാ. മുകളിൽ പോലെ ഇതൊന്നും ഇല്ലല്ലോ കേവൊന്നും. ഇപ്പം എനിക്ക് പറന്ന് കയറാവുന്നുള്ളൂ. വേഗം പോ. ഫുഡ് അടിച്ചിട്ട് പറന്ന് കയറും. എടാ പോടാ. നീ പറക്കുന്നോ ഞാൻ താങ്ങോട്ട്. പക്ഷെ ഞാൻ മുകളിൽ എവിടെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. നേരെ പോയി എത്തുന്നത് നീ വെള്ളത്തിലല്ല. പിന്നെ എന്ത് ചെയ്യണം പ്രോ
ട്രോയ്സ് എൻ്റെ കൂടെ ജനിച്ചവനാണ്. അയ്യോ ഇവിടെ കൊണ്ട് കൂട്ടി വരെ കണ്ട ഗൈസ്. പ്രോയിസം എന്നും എൻ്റെ അടയ്ക്കൂല ഓടേ അറിയാം. ഓ ഒന്ന് ഇതൊക്കെ ഒന്ന് ഫുള്ളായി കൂടാ നിനക്ക് ഹങ്കർ. അറ്റ്ലീസ്റ്റ് വലിയ എന്തെങ്കിലുമൊക്കെ വരുന്നതല്ലേ. പിന്നെ ഇവന്മാരൊന്ന് തട്ടുമ്പോഴേക്ക് ഓടാ ഗൈസ്. അതേ ബോട്ടിരിക്കുന്നു. നമ്മളെടുത്തിട്ട് പോവാം. ഞാനായിട്ട് പിന്നെ കളയാം. വോട്ടെടുത്തിരിക്കാണ്. ഞാനെടുത്ത് ആരെടുത്താലും എന്താ എൻ്റെ നല്ല. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഗൈസ് ഇങ്ങോട്ട് നമ്മുടെ വീട് എവിടെയാന്ന് ഓർമ്മയുണ്ടോ? ഏത് ബോട്ടേക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. പിന്നെ അത് 700 അല്ലേ ഗൈസ്? 700 ഗൈസ്. ഗൈസ് നമ്മുടെ വീടെത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് നെതറിൽ സെറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ട് വരാം. ഗൈസ് നമ്മളത് ഇവിടം വരെ വന്നിരിക്കുകയാണ്. അക്കോർഡിംഗ് ഇത് കൂടെ കയറിയാൽ നമ്മൾ അവിടെ എത്തേണ്ടതാണ് ഗൈസ്. ഒന്ന് കയറി നോക്കാം. കയറി നോക്കാം. ഓക്കെ ഗൈസ്, വിജയം. ആരോ ട്രാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നെ ട്രാപ്പ് ചെയ്ത് നമ്മൾ വെതറിനെ ഫൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ അടച്ച് വെക്കാം ഗൈസ്. കാരണം ഇപ്പോൾ ഓർഡറിൽ പോയി എടുക്കാത്ത റിസ്ക് ആണ്. നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഒത്തിരി പൊട്ടിക്കും ഗൈസ്. പക്ഷേ വേക്ക് സിമ്പിളാണ്. അയ്യോ ഞാൻ കുറച്ച് വലുതാക്കി പോണ സ്ഥലമൊന്നും കിട്ടില്ലേ പട്ടുകൾ. ഇന്നമാർക്ക് എൻ്റെ പവർ കാണും. അവിടെ വലിച്ചിരി ഇപ്പോൾ ഈ തരത്തിനത്ത് കളിയിടേ. നിനക്ക് അമ്പിയാൻ കളിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പ്രൊഫഷണൽ സ്നൈപ്പറിസ്റ്റാ. കേട്ടില്ല? സ്നൈപ്പറിസ്റ്റ് രാഘവൻ. കേൾക്കാത്ത നല്ലത്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ വെക്കാൻ പോവുകയാണ് അവനെ. നമുക്ക് കള്ളും ഇതോട് കയ്യിൽ വെക്കാം ഗൈസ്. കിട്ടിപ്പോയാ പോയി. സത്യം പറഞ്ഞ നല്ല പേടിയുണ്ട് ഗൈസ്. കയറുന്നത് വെക്കടാ. അല്ലേ ആയിരിക്കും. അയ്യോ ഗൈസ്, പാളിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ തീരും. അങ്ങോട്ട് കയറി നിൽക്കടാ. അങ്ങോട്ട് കയറി വെക്കടാ. കൊള്ളെങ്കിലും അതെ കുടുങ്ങി. എടാ തീൻ്റെ ജീപ്പിക്കണ്ട. ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കും. എന്നാ പൊട്ടി കിടന്നു. എങ്ങനെടാ ഞാൻ ഇങ്ങോട്ട് കയറി വെക്കുന്നത്? സ്കള്ള് ബ്ലോക്ക് എടുത്ത്. ഇവൻ എന്ത് പേടിയാണ് ഗൈസ്. ഇങ്ങനെയാണ് പേടിക്കരുത്. ഇതൊക്കെ പോകാൻ പൊട്ടിക്കും ഗൈസ്. വിതർ ഇതെന്തോ വിതർ എന്തായാലും എന്താണ് ഇവൻ കറങ്ങിക്കൊണ്ടിരിക്കണത്? ഇതെന്തത് കോപ്പാണ് ഗൈസ്. എടാ അയ്യോ വിജയം. കണ്ട ഗൈസ്, അവൻ്റെ ഹെൽത്ത് തനിയെ ഡിക്രീസ് ആവുന്നുണ്ട്. നിങ്ങൾ അതാണ് ഗൈസ് ഈ ഫാമിൻ്റെ ഇത്. ഇവൻ കുറേ സാധനമൊക്കെ ഇടും. കണ്ട ഗൈസ്, ഇവൻ സാധനമൊക്കെ പൊളിക്കും. അതൊന്നും കുഴപ്പമില്ല. നമുക്കൊന്നും പേടിക്കേണ്ട ഗൈസ്. നമ്മളുടെ മൊത്തം സേഫാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇതും കണ്ട ഗൈസ്. നമുക്ക് കാണണ്ട ഗൈസ്. അയ്യോ നമുക്ക് ചെറുതായിട്ട് അത്രയും ഹിറ്റൊക്കെ അടിക്കും ഗൈസ്. അടിച്ച് ഗൈസ്. അടിച്ച് തിന്നണെന്തെങ്കിലുമൊക്കെ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് അടുത്ത് പോയി നിൽക്കരുത്. നിന്ന് ഞാൻ ചാവും. എനിക്ക് പിന്നെ തന്നോ സാധനം. എപ്പോഴും ഹങ്കർ വാ.
ഗൈസ് ഫുൾ സെറ്റ് ചെയ്ത് നീ. ശരിയാണല്ലോ ഗൈസ്. ഞാൻ ബെഡ് എവിടെ ഗൈസ്? എന്തായാലും ഒന്ന് കിടന്നെണീക്കാം. ഒരു സീന ഗൈസ്, നമുക്ക് അപ്പുറത്തോട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താണ് ഇത്ര പെട്ടെന്ന് ഇവിടെ കുറയാൻ എൻ്റേത്? ഗൈസ് അവൻ തീർന്നാലോ? ഇല്ല, അവൻ്റെ ഇവിടെ തീർന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഓ അയ്യോ അയ്യോ അങ്ങോട്ട് പോടാ. അയ്യോ ഗൈസ്, ഇവൻ ഇമാതിരി പൊട്ടലൊക്കെ പൊട്ടുവോ? അത് പറ്റില്ല. മറ്റേ അവൻ പകുതി കാട്ടാവ് പൊട്ടാടാ. തോട്ട പൊട്ടി ഗൈസ്. നമുക്ക് എന്ത് ഇത്ര എക്സ്പെക്ട് ചിഹ്നിച്ച് തെറിച്ച്. ഇവൻ അത്യാവശ്യം സീനാണ് ഗൈസ്. പോടാ. ഒക്കെ പോയി സ്ഥലം നോക്കി നിങ്ങള്. തീർന്നാനെ ഗൈസൊക്കെ. ഇവൻ ഇതിനകത്തായതുകൊണ്ടാണ് ഇത്ര പവർ. പേട്ട ഇവൻ പുറത്താനായിരിക്കും നമ്മളിപ്പോൾ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, നമ്മൾ ഇവനെ പുറത്തേക്ക് വെച്ച് കൊന്നുണ്ട്. അത്ര സിമ്പിളാണ് ഗൈസ്. ഇപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഡേർട്ടില്ല, അല്ലെങ്കിൽ ഡേർട്ടില്ലെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് ഇവനെ വെച്ച് കൊല്ലാം ഗൈസ്. സെറ്റ് മോബാണ് ഗൈസ്. അതെ, നിങ്ങൾക്ക് ഇപ്പോൾ ഡീപ്പ് സൈറ്റ് വേണം. ഇതിൻ്റെ അടി കൊണ്ട് വന്നാൽ മതി. ഇപ്പം തന്നെ എത്ര ഇതാണെന്നുണ്ട് ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് നിൽക്കാം ഗൈസ്, പ്രൊട്ടക്റ്റ് ചെയ്യാം. ഓ ഇവൻ അവസാനം ഒരു ബ്ലാസ്റ്റ് ഉണ്ട് ഗൈസ്. അവസാനത്തെ ബ്ലാസ്റ്റിനൊന്നും സംഭവിക്കില്ല. അടിയത്തെ ബ്ലാസ്റ്റ് ആയിരിക്കും കൊടുക്കാത്ത സീൻ. അയ്യോ നിനക്കൊരു കയപ്പാണടാ ചലച്ചക്ക. ഇവന് ഇവിടെയൊക്കെ പൊട്ടിക്കോ? പോടാ, എങ്ങാനും പൊട്ടൽ പൊടിയാൻ തീർന്ന്. ലാസ്റ്റ് പൊട്ടൽ. തോട്ടം പോയില്ല കേട്ടോ ഗൈസ്. എൻ്റെ കയ്യിൽ ചത്ത് ഞാൻ തീർന്നതാ. അയ്യോ ഇല്ല, വീർത്ത് വരുന്ന അതൊന്നും സംഭവിക്കില്ല. നോക്കിക്കോ, എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ തൊട്ടടുത്ത് പോയി നിന്നാലും ഒന്നും സംഭവിക്കില്ല. കണ്ടാലും പറയും. ഇതേ കിടക്കണ ഗൈസ് നമ്മുടെ സാധനം. നമ്മുടെ ചാറ് ഗൈസ്. നമ്മുടെ ചാറാണ് ഗൈസ് അവിടെ കിടക്കുന്നത്. സ്റ്റാർ കുട്ടൻ 5-6 വെച്ച് സ്പോൺ ചെയ്യിപ്പിച്ച്. പിന്നെ അതൊക്കെ പറ്റും ഗൈസ്. ഇവിടെ നമുക്ക് എത്ര എണ്ണത്തിനെ വേണമെങ്കിലും നമുക്ക് സ്പോൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ണും കാണില്ലേ എന്ത് കോപ്പ്. 2-3 തോട്ടം കൂടെ എടുക്കേണ്ടതായിരുന്നു ഗൈസ്. ഇപ്പോൾ ചാവേണ്ടതായിരുന്നു. ഗൈസൊക്കെ ചുമ്മാ കളയാനില്ലേ ഇത് അറ്റത്തേക്ക് വെച്ചോ. അവിടെ ഞാൻ പൊട്ടിക്കും. അതാണ് എൻ്റെ ഇത്. എൻ്റെ ഏതറിയും എൻ്റെ റേഞ്ച്. ഒരു വൃത്തികെട്ട മോബാണ് ഗൈസ് വിതറ്. എനിക്ക് ഇഷ്ടമില്ലാത്തവൻ പന്ന. കണ്ണും കാണാത്ത എനിക്ക്. ഗൈസ് നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അവൻ തെറ്റിച്ച് സ്പോൺ ആകും. അത് വേറെ കാര്യം. ഗൈസ് നമ്മൾ സ്പ്ലിറ്റ് കൺട്രോളൊക്കെ മാറ്റിയിരിക്കണം. എന്നാലേ ഈ 5-6 വെതറിനെ വെച്ച് മൂഞ്ചി എങ്ങനെ ഇരിക്കാണ്. ഇതിന് തിരിച്ചു കിട്ടും. അമ്മേ പട്ടി തെണ്ടി ഗൈസ്. ഓ ഗൈസ് നമുക്ക് അവനെ വെക്കാൻ പറ്റില്ല ഗൈസ്. 2 വെക്കാൻ പറ്റില്ല. ചെറുതായി ഞാൻ അവിടെ നിന്ന് സ്പാം ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ഞാൻ ചത്തിട്ട് നോക്കാം. നമ്മളവനെ കൊന്നിട്ടുണ്ട്. ചത്തിട്ടുണ്ടാവൻ സഫോക്കേറ്റ് ചത്തിട്ടുണ്ട്. ഇനി ഗൈസ് ഇനിയാണ് നിങ്ങൾ സ്റ്റാർ എടുക്ക്. സ്റ്റാറാ അതിനേക്കാൾ മുമ്പ് ഇതെടുക്കട്ടെ. പൊട്ടാത്ര ടൈം എടുക്കണം. ഞാൻ വെച്ച് ഓക്സിജൻ പൊട്ടിക്കണം. ഇല്ല ഗൈസിൻ്റെ പേര് എന്താ ബഗ്രോ ഗൈസ്. ഗൈസ് നമുക്കിപ്പോൾ 2 വെതർ സ്റ്റാർ അതിൻ്റെ 2 എണ്ണം ഗൈസ്. കണ്ട ഗൈസ് അവൻ കുറച്ച് മുമ്പ് അടുത്തൊരു പൊട്ട പൊട്ടി. അവിടെ ഇത് മൊത്തം പോയി. നമ്മൾ ഓരോ പ്രാവശ്യം വെക്കുമ്പോൾ ഓരോന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നാച്ചുറലായിട്ട് വന്നപ്പോൾ എനിക്കൊന്നും തോന്നിയില്ലല്ലോ ഗൈസ്. അതാണെന്ന് മനസ്സിലാവും. നാച്ചുറൽ കൊന്നപ്പോൾ ഇത്ര വലിയ പൊട്ടൽ പൊട്ടിയോ? രണ്ടെണ്ണം ഗൈസ്. 2 എണ്ണത്തിനാണ് നമ്മളിവിടെ സ്പോൺ ചെയ്യിപ്പിച്ചത്. 2 ഓയ്സ് ഒരെണ്ണം പൊട്ടി. അടുത്ത കൂടെ പൊട്ടാണ്ട് അങ്ങനെയൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഓക്കെ ഒന്നുമില്ല ഗൈസ്. പകുതി ആവുമ്പോൾ ഞാൻ ഓടിട്ടാ ഗൈസ്. അവന്മാർ നല്ലൊരു പൊട്ടൽ പൊട്ടി ഗൈസ്. അവസാനം 2 കൂടെ പൊട്ടിയ തീർന്ന് ഗൈസ്. തീർന്ന് ഇവിടെ നമുക്ക് നമ്മുടെ വെപ്പൺസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ്. ഇമാതിരി പൊട്ടലുണ്ടെങ്കിൽ എന്തോ ആണ് ഗൈസ്. ഇത് ഇത്രയും സ്ഥലം നമ്മൾ പഠിച്ചാൽ നമ്മുടെ ചെറിയ സ്പോട്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ വെതറിനെ കില്ല് ചെയ്യാൻ പോകുന്നു. ഇതാണ് സ്കില്ലിംഗ് ഏരിയ. നമുക്കൊരു ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. നമുക്ക് ഗ്ലാസ്സും എല്ലാം വെച്ച് സെറ്റ് ചെയ്യാൻ മതി. ഇവന്മാർ പൊട്ടിക്കാത്ത കുറച്ച് ഏരിയ. ഇവന്മാർ ഹാഫ് വരെ പൊട്ടുമ്പോൾ എന്താവും നോക്കാം ഗൈസ്.
മിക്കവാറും ഇങ്ങോട്ടൊക്കെ വരുമാവും. കുറച്ച് ബ്ലോക്സ് ഒക്കെ എടുത്ത് റെഡി ആയിരിക്കും. അപ്പോൾ ഈ സുമാരി പകുതി ഒന്നും ആവട്ടെ. അപ്പോൾ ഈ സുമാരി ഏതാണ്ട് ഒരു പകുതി ആവാറായിട്ടുണ്ട്. അതെ ഗൈസ്, പകുതി ആകുമ്പോൾ മാസീവ് എക്സ്പ്ലോഷൻ ഗൈസ്. പിന്നെ പൊട്ടിത്തെറിക്കും ഗൈസ്. ഒരുത്തം പൊട്ടി ഗൈസ്. രണ്ടാമത്തവൻ ഇപ്പോൾ പൊട്ടും. പൊട്ടി ഗൈസ്. കാരണം ഗൈസ് നമ്മുടെ ഫ്രണ്ട്സ് ഇതൊക്കെ പോയി കണ്ട. അതാണ് ഈ സിമ്മാരുടെ പൊട്ടലിൻ്റെ ഇത്. തെറിപ്പിച്ച് കളയും ഗൈസ് ആരാണെങ്കിലും. ഇനി സീനില്ല ഗൈസ്, ഇനി ഉമ്മാര് ചെറുതായിരിക്കും. ഗൈസ് നമ്മുടെ ഒരുത്തൻ ചത്തുണ്ട്. പിന്നെ സെക്കൻഡ് അവൻ ഇപ്പം ചത്ത് ഗൈസ്, അവനും ചത്തു, രണ്ടും ചത്തു ഗൈസ്. ഇപ്പം മാസീവ് എക്സ്പ്ലോഷൻ ഉണ്ട് അവിടെ ഗൈസ്. ഒരുത്തൻ പൊട്ടി, രണ്ടാമത്തവനും കൂടെ ഇപ്പോൾ പൊട്ടും ഗൈസ്. ഇവിടെയൊക്കെ എന്താണ് ഗൈസ് മാതിരി അടിച്ച് നശിപ്പിച്ച്. നമുക്ക് സെക്കൻഡ് അല്ലെങ്കിൽ ഗൈസ് ഞാൻ ഓഫ്ലൈനിൽ ഇരുന്ന് ഇവിടെ വൃത്തി ആയിക്കോളാം ഗൈസ്. അതായത് ഇപ്പോൾ നമുക്ക് കുറച്ച് ലൈറ്റ് ഒക്കെ വെക്കാം ഗൈസ്. ഗൈസ് നമ്മുടെ 2 എണ്ണം ഇരിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഇപ്പം 4 എണ്ണം ഗൈസ്, 4 എണ്ണമായി. അപ്പോൾ മറ്റേ ഇതും കൂടെ കൂട്ടിയാൽ മറ്റേ ബീക്കണം കൂട്ടിയിട്ട് 5 ഗൈസ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലത്തെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യും ഗൈസ്. ബൈ.